മലാല വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. റോഡിലിറങ്ങിയ കൊമ്പനാനയെ പിന്തിരിപ്പിക്കാനെത്തിയ വനം ഉദ്യോഗസ്ഥരെ വിരട്ടിയോടിച്ചു. നാടുകാണി ചുരത്തിൽ ഒന്നാം വളവിനു സമീപമാണ് റോഡിലിറങ്ങിയ കൊമ്പൻ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. നിലമ്പൂർ 1000 രൂപയുടെ പണമിടപാടുമായി ബന്ധപ്പെട്ട് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒന്നാം പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. മുതുകാട് തെക്കുംപാടം സ്വദേശി കുന്നുംപുറത്ത് സുജിത്തിനെയാണ് പോലീസ് തെളിവെടുപ്പിനായി സംഭവ സ്ഥലത്ത് കൊണ്ടുവന്നത്. കളത്തുംപടിക്കൽ ബസിന്റെ ഇന്നത്തെ കളക്ഷൻ രോഗി പരിചരണത്തിന്. ബസിന്റെ കാരുണ്യ ഓട്ടം മറ്റുള്ളവർക്ക് മാതൃകയും പ്രചോദനവുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്. ചന്തക്കുന്ന് ബംഗ്ലാവുംകുന്ന് റോഡ് പുനരുദ്ധാരണ പ്രവൃത്തിക്ക് തുടക്കമായി. നഗരസഭാ ഫണ്ടിൽ 16 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 3 മീറ്റർ വീതിയിൽ ടാറിംഗ് റോഡ് പ്രവൃത്തി നടത്തുന്നത്. ചോക്കാടങ്ങാടിയിൽ വൻ തീപിടുത്തം. പള്ളിക്ക് മുൻവശത്തെ സെൻട്രൽ ബേക്കറി പൂർണ്ണമായി കത്തിനശിച്ചു. വാർത്തകൾ വിശദമായി. റോഡിലിറങ്ങിയ കൊമ്പനാനയെ പിന്തിരിപ്പിക്കാനെത്തിയ വനം ഉദ്യോഗസ്ഥരെ വിരട്ടിയോടിച്ചു. നാടുകാണി ചുരത്തിൽ ഒന്നാം വളവിന് സമീപമാണ് റോഡിലിറങ്ങിയ കൊമ്പൻ പരിഭ്രാന്തി സൃഷ്ടിച്ചത്. ആന റോഡിലിറങ്ങിയതിനാൽ വാഹനങ്ങൾക്ക് കടന്നുപോകുവാൻ കഴിയുന്നില്ലെന്ന വിവരം ലഭിച്ചാണ് നെല്ലിക്കുത്ത് സ്റ്റേഷനിൽ നിന്നും വനപാലകർ സ്ഥലത്തെത്തിയത്. ജീപ്പ് നിർത്തി വനപാലകർ റോഡിലിറങ്ങിയപ്പോൾ ആന ഇവർക്ക് നേരെ ചെന്നു. ഇതോടെ വനപാലകർ പിന്തിരിഞ്ഞോടുകയായിരുന്നു. നിർത്തിയിട്ട വാഹനങ്ങൾക്ക് അടുത്തുകൂടെയാണ് കൊമ്പൻ നീങ്ങിയത്. നാടുകാണി ചുരത്തിൽ ഒന്നാം വളവിന് സമീപം റോഡിലിറങ്ങിയ കൊമ്പൻ ജീപ്പിന് സമീപം നിലയുറപ്പിച്ചപ്പോൾ ആന ജീപ്പിന് നേരെ നടക്കുന്നത് കണ്ടതോടെ യാത്രക്കാർ വാഹനങ്ങളിൽ നിന്നും ഇറങ്ങി ഓടുകയായിരുന്നു. ഏകദേശം 20 മിനിറ്റോളം കഴിഞ്ഞാണ് കൊമ്പൻ റോഡിൽ നിന്നും മാറിയത്. കഴിഞ്ഞ 3 ദിവസമായി കൊമ്പൻ ആനമറി തുടങ്ങിയ ജനവാസ കേന്ദ്രങ്ങളിൽ തന്നെയാണുള്ളത്. 1000 രൂപയുടെ പണമിടപാടുമായി ബന്ധപ്പെട്ട് യുവാവിനെ കുത്തിപ്പരിക്കേൽപ്പിച്ച സംഭവത്തിൽ ഒന്നാം പ്രതിയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. മുതുകാട് തെക്കുംപാടം സ്വദേശി കുന്നുംപുറത്ത് സുജിത്തിനെയാണ് പോലീസ് തെളിവെടുപ്പിനായി സംഭവ സ്ഥലത്ത് കൊണ്ടുവന്നത്. സമീപത്തെ ഹോട്ടലിലും സമീപ പ്രദേശങ്ങളിലുമായി എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. സ്വകാര്യ ബാറിന്റെ പിൻഭാഗത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തെ മരച്ചുവട്ടിൽ നിന്നും കുത്താൻ ഉപയോഗിച്ച കത്തി കണ്ടെടുത്തു. കുത്തിയ ശേഷം കത്തി ഇവിടേക്ക് വലിച്ചെറിയുകയായിരുന്നുവെന്ന് പ്രതി മൊഴി നൽകി. നിലമ്പൂർ CI BS ബിനുവിന്റെയും SI രതീഷിന്റെയും ASI നിഷയുടെയും നേതൃത്വത്തിലായിരുന്നു തെളിവെടുപ്പ്. വല്ലപ്പുഴ സ്വദേശി കൈപ്പഞ്ചേരി അനു ഫർസീനാണ് കഴിഞ്ഞ 17 രാത്രി കത്തിക്കുത്തിൽ പരിക്കേറ്റത്. സുജിത്തിന് പുറമെ മറ്റൊരു പ്രതിയായ കുറ്റമ്പാറ ചെറായി സ്വദേശി പൂരങ്ങാട്ട് ശ്രേയസ് ദാസും അറസ്റ്റിലായിരുന്നു. തെളിവെടുപ്പിനായി പോലീസ് സുജിത്തിനെ കസ്റ്റഡിയിൽ വാങ്ങുകയായിരുന്നു. കളത്തുംപടിക്കൽ ബസിന്റെ ഇന്നത്തെ കളക്ഷൻ രോഗി പരിചരണത്തിന്. ബസിന്റെ കാരുണ്യ ഓട്ടം മറ്റുള്ളവർക്ക് മാതൃകയും പ്രചോദനവുമെന്ന് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ്. നിലമ്പൂർ പെരിന്തൽമണ്ണ റൂട്ടിൽ സർവീസ് നടത്തുന്ന കളത്തുംപടിക്കൽ ബസ് ഇന്ന് ഓടിക്കിട്ടുന്ന കളക്ഷൻ ചന്തക്കുന്നിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന് രോഗി പരിചരണത്തിനായി നൽകുന്നത് മാതൃകാപരമാണെന്നും ഇത് മറ്റുള്ളവർക്ക് പ്രചോദനമാണെന്നും ബസിന്റെ ഫ്ളാഗ് ഓഫ് ചെയ്തുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് പറഞ്ഞു. 25 വർഷത്തോളമായി ചന്തക്കുന്നിൽ പ്രവർത്തിക്കുന്ന പാലിയേറ്റീവ് കെയർ ക്ലിനിക്കിന്റെ നടത്തിപ്പ് പൊതുജനങ്ങളിൽ നിന്നുള്ള സംഭാവനകൾ സ്വീകരിച്ചുകൊണ്ടാണ്. ജനുവരി 10 മുതൽ 25 വരെയുള്ള ദിവസങ്ങളിൽ ധനസമാഹരണം നടത്തുകയാണ്.
കാരുണ്യ ഓട്ടം ചടങ്ങിൽ വി എ കരീം അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർമാൻ ഷൌക്കത്ത് അലി കുമഞ്ചേരി, ബസ് ഉടമയും നഗരസഭ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ മുസ്തഫ കളത്തുംപടിക്കൽ, സ്ഥിരം സമിതി അധ്യക്ഷ സ്മിത മോൾ, കൌൺസിലർമാരായ ഷിഹാബ് ഇണ്ണി, പി ഷീല, റസിയ അള്ളമ്പാടം, പാലിയേറ്റീവ് ഭാരവാഹികളായ ഹംസ തട്ടാരശ്ശേരി, പുളിക്കൽ ഇബ്രാഹിം, ഖാലിദ് വി പി, ജബ്ബാർ വെള്ളാഞ്ചിറ, വിനോദ്, നാസർ രാമങ്കുത്ത്, ഖദീജ തട്ടാരശ്ശേരി, ബുഷ്ര അസീസ് മലയിൽ, സിസ്റ്റർ ഫസീല എന്നിവർ സംസാരിച്ചു. ചന്തക്കുന്ന് പാലിയേറ്റീവ് കെയറിന് സഹായവുമായി ചക്കാലക്കുത്ത് റെസിഡൻസ് അസോസിയേഷൻ. തീരം, തണൽ, പരസ്പരം, നിറവ് എന്നീ റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 1,10,970 രൂപ ഡിവിഷനിൽ നിന്നും പിരിച്ചെടുക്കുകയും റെസിഡൻസ് ഭാരവാഹികൾ പാലിയേറ്റീവ് കെയറിന് കൈമാറുകയും ചെയ്തു. ചന്തക്കുന്ന് ബംഗ്ലാവുംകുന്ന് റോഡ് പുനരുദ്ധാരണ പ്രവൃത്തിക്ക് തുടക്കമായി. നഗരസഭാ ഫണ്ടിൽ 16 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 3 മീറ്റർ വീതിയിൽ ടാറിംഗ് റോഡ് പ്രവൃത്തി നടത്തുന്നത്. ചന്തക്കുന്ന് ബംഗ്ലാവുകുന്ന് റോഡിൽ ആസാദ് ഗ്രൗണ്ട് റോഡ് വരെയുള്ള ഭാഗത്താണ് റോഡ് പുനരുദ്ധാരണ പ്രവൃത്തി നടത്തുന്നത്. ഈ ഭാഗത്തെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനെ തുടർന്നാണ് 260 മീറ്റർ നീളത്തിൽ 3 മീറ്റർ വീതിയിൽ റോഡ് ടാറിംഗ് പ്രവൃത്തിക്ക് നഗരസഭ ഫണ്ട് നീക്കിവച്ചത്. നഗരസഭ വൈസ് ചെയർമാൻ കൂമഞ്ചേരി ഷൌക്കത്ത് അലി ഉദ്ഘാടനം ചെയ്തു. ചമ്പക്കുന്നിന്റെ ഒരു സ്വപ്നമാണ് ഈ ബംഗ്ലാവ് റോഡ്. നമുക്കറിയാം, ഇത് ഈ രൂപത്തിൽ ഇത്രയും നാശമായിട്ട് കടക്കൽ തുടങ്ങിയിട്ട് 5 വർഷത്തോളമായി. ഈ 5 കൊല്ലം തിരിഞ്ഞു നോക്കാത്ത വാർഡ് മെമ്പർ ഇപ്പം ഞങ്ങളെല്ലാവരും ഓടിയിട്ട് ഇതിൻ്റെ എല്ലാ നൂലാമാലകളും മാറ്റിയിട്ട് ഇതിൻ്റെ കോൺട്രാക്ടർ ശരിക്കൊരു ഭീഷണി മുഴക്കിയിട്ടാണ് നമ്മളിങ്ങോട്ട് ഈ പണി വർക്ക് എടുക്കാൻ കൊണ്ടുവരുന്നത്. കാരണം അദ്ദേഹത്തിനാണ് ഇവിടുത്തെ എല്ലാ റോഡിൻ്റെയും, കാരണം 10-20 റോഡുകൾ ഒരൊറ്റ കമ്പനിക്കാണ് കൊടുത്തിട്ടുള്ളത്. ഇതുവരെ ഇല്ലാത്തൊരു നിയമം ഒരു തീരുമാനമാണ് ഇതൊക്കെ. എല്ലാ റോഡും ഒരു കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റോഡിൻ്റെ ഈ ദയനീയാവസ്ഥ ഞങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തുകയും അതിനുശേഷം ഈ പ്രവൃത്തിയുമായിട്ട് അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കുക ചെയ്തത് ഈ കോൺട്രാക്ടർ. അതിനുശേഷം ഒരു 8-10 പ്രാവശ്യം DF ഓഫീസിലേക്ക് ഞാൻ റജീന, മുംതാസ്, മുസ്തഫ എല്ലാവരും DFുമായിട്ട് സഹകരിച്ചുകൊണ്ട് ഈ റോഡ് വീതി കൂട്ടുവാനുള്ള ഒരു അനുമതി കൂടി ഞങ്ങൾ വാങ്ങിയിരിക്കുന്നത്. അത് ഇപ്പോൾ തുടങ്ങും. ഒരു 1-2-3 മാസത്തിൻ്റെ ഉള്ളിൽ ഈ റോഡ് 2 ഭാഗം വീതി കൂട്ടിയിട്ട് ഏകദേശം ഒരു 8-7 മീറ്ററിലേക്ക് ഈ റോഡ് മാറ്റപ്പെടും. ഈ റോഡ് ഇങ്ങനെ കടക്കൽ തുടങ്ങിയിട്ട് 5 കൊല്ലം. ഈ 5 കൊല്ലം തിരിഞ്ഞു നോക്കാത്ത കൗൺസിലർ എവിടെയായിരുന്നു ഇതുവരെ? വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മുംതാസ് ബാബു അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സുരേഷ് പാത്തിപ്പാറ, മുസ്തഫ കളത്തുംപടിക്കൽ, ഡിവിഷൻ കൗൺസിലർ റജീന നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ജനങ്ങളുടെ നിരന്തരമായ ആവശ്യത്തിനാണ് ഇതോടെ പരിഹാരമാവുക. ചോക്കാടങ്ങാടിയിൽ വൻ തീപിടുത്തം. പള്ളിക്ക് മുൻവശത്തെ സെൻട്രൽ ബേക്കറി പൂർണ്ണമായി കത്തിനശിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് 1 മണിക്കൂറോളം നീണ്ട പ്രവർത്തനത്തിനൊടുവിലാണ് തീ അണയ്ക്കാനായത്. ഇന്ന് പുലർച്ചെ 1 മണിക്കായിരുന്നു സംഭവം. പുലത്ത് ഉമ്മറിന്റെ ഉടമസ്ഥതയിലുള്ള സെൻട്രൽ ബേക്കറി ആൻഡ് കൂൾ ബാറാണ് കത്തിനശിച്ചത്. തൊട്ടടുത്ത റൂമിലുണ്ടായിരുന്ന സാധനങ്ങളും ബേക്കറിയോടൊപ്പം കത്തിനശിച്ചു. ഷോർട്ട് സർക്യൂട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് വിഷൻ 2030 എന്ന പേരിൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ആശയവിശകലന യോഗം നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പറ ഉദ്ഘാടനം ചെയ്തു. അടുത്ത 5 വർഷങ്ങളിലായി നടപ്പിലാക്കുവാൻ സാധിക്കുന്ന നൂതന പദ്ധതികളെക്കുറിച്ചും ആയത് നടപ്പിലാക്കാമെന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്യുന്നതിനുമായാണ് യോഗം ചേർന്നത്. ചടങ്ങിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സീനത്ത് നൌഷാദ് അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജസ്മൽ പുതിയറ, ബുഷറാബി, കവിത ജയപ്രകാശ്, മുൻ ബ്ലോക്ക് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ, CH ഇഖ്ബാൽ മാസ്റ്റർ, അസിസ്റ്റന്റ് ഡയറക്ടർ LSGD PB ഷാജു, PG വിജയകുമാർ, TP ഹൈദരാലി, അഡ്വക്കേറ്റ് പ്രതാപൻ, അഡ്വക്കേറ്റ് മുജീബ്, അഷ്റഫ് മാസ്റ്റർ, BDO നൌഷാദ് അലി, അസിസ്റ്റന്റ് പ്ലാൻ കോർഡിനേറ്റർ സാജു ഗോപിനാഥ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇനി ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. വാർത്തകൾ തുടരുന്നു. മമ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതികളുടെ ഭാഗമായി തെരുവ് നായ്കൾക്കുള്ള പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കമായി.
മമ്പാട് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ വാർഡുകളിലെയും തെരുവ് നായ്കൾക്ക് പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് നൽകുക വഴി മമ്പാട് ഗ്രാമപഞ്ചായത്ത് പേവിഷബാധ മുക്തമാക്കുക എന്നതാണ് ലക്ഷ്യമാക്കുന്നത്. 50,000 രൂപയാണ് പദ്ധതിക്കായി പഞ്ചായത്ത് വകയിരുത്തിയിരിക്കുന്നത്. വെറ്റിനറി ഡിസ്പെൻസറിയിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ സതീഷ് MR, വെറ്റിനറി സർജൻ ഡോക്ടർ ഐശ്വര്യ എന്നിവരുടെ നേതൃത്വത്തിൽ ജിതേഷ് നിലമ്പൂർ, സുരേഷ് പുളിയക്കോട്, ശ്രീജിത്ത് കാഞ്ഞിരം, മുകേഷ് അരിക്കോട്, ഷബീബ് കൊണ്ടോട്ടി എന്നിവരാണ് നായകളെ പിടിച്ച് പ്രതിരോധ കുത്തിവയ്പ് നടപ്പിലാക്കുന്നത്. പദ്ധതിയുടെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് പാലോളി നിഷാദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ അഷ്റഫ് ടാണ, രച്ചി ഷൂട്ടുപുറത്ത്, അഫ്സൽ മുത്തു, മുബീന ചോലയിൽ, സൈഫുനിസ CP, സഫീന കൊള്ളച്ചേരി, സൈറ PT, രാജേഷ് വീട്ടിക്കുന്ന് എന്നിവർ പങ്കെടുത്തു. പഞ്ചായത്തിൽ അനിമൽ ബർത്ത് കൺട്രോൾ നടപ്പിലാക്കുവാൻ 1 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും തെരുവ് നായശല്യം കുറയ്ക്കുന്നതിനായി വാർഡ് തോറും നടക്കുന്ന ഗ്രാമസഭകൾ വഴി ജാഗ്രതാ സമിതി രൂപീകരിച്ച് അവരുമായി കൂടിയാലോചിച്ച് പഞ്ചായത്ത് തലത്തിൽ ഒരു ഷെൽട്ടർ നിർമ്മിക്കാൻ ആവശ്യമായ സ്ഥലം കണ്ടെത്തുവാൻ ശ്രമിക്കുമെന്നും അതുവഴി തെരുവ് നായശല്യം കുറയ്ക്കാനാവുമെന്നും പ്രസിഡന്റ് പറഞ്ഞു. ജനമൈത്രി എക്സൈസ് സ്ക്വാഡ് നിലമ്പൂരിന്റെയും മലപ്പുറം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിന്റെയും നേതൃത്വത്തിൽ പാട്ടും പറച്ചിലും എന്ന പേരിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു. മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടന്ന പരിപാടി പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ് ഉദ്ഘാടനം ചെയ്തു. സാധാരണഗതിയിൽ അംഗനവാടിയിലോ അതല്ലെങ്കിൽ നമ്മുടെ ചെറിയ നഴ്സറി ക്ലാസ്സുകളിലോ ഒക്കെ കുട്ടികൾ പോകുമ്പോൾ, നിങ്ങളുടെ കൊച്ചഞ്ചന്മാരൊക്കെ പോകുമ്പോൾ സാധാരണഗതി ഈ രീതിയിൽ ക്ലാസ്സിൽ നിന്ന് അല്ലെങ്കിൽ അംഗനവാടിയിൽ നിന്ന് അല്ലെങ്കിൽ നഴ്സറി സ്കൂളിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുപക്ഷെ വേണമെങ്കിൽ കളിക്കാൻ ഓടാതിരിക്കാനായിട്ട് അമ്മമാർ എടുത്തു കൊണ്ടുപോയി വണ്ടിയിലൊക്കെ കയറ്റിക്കൊണ്ടുപോകുന്ന ചിത്രമൊക്കെ നമുക്ക് സാധാരണയാണ്. എന്നാൽ ഇങ്ങനൊരു അസാധാരണ ചിത്രം കഴിഞ്ഞ SSLC പരീക്ഷ കഴിഞ്ഞ ഉടനെ നമ്മുടെ മുന്നിലേക്ക് വന്നതിന്റെ പിന്നില് നിങ്ങളുടെയൊക്കെ മാതാപിതാക്കളുടെ ഉള്ളിലുള്ള വലിയൊരു ആശങ്കയാണ് പുറത്തു വരുന്നത്. PTA പ്രസിഡന്റ് സൈദലവി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂൾ പ്രധാനാധ്യാപകൻ അബ്ദുൽ അസീസ് സ്വാഗതം പറഞ്ഞു. മലപ്പുറം ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റ് കൗൺസിലർ സജില KT വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ സജിത, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ RP സുരേഷ് ബാബു, CEO ജംഷീദ്, രാജേഷ്, പ്രദീപ്, വേൾഡ് വിഷൻ സ്റ്റാഫ് പൗലോസ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പുരുഷ വിഭാഗം സോഫ്റ്റ് ബോൾ ചാമ്പ്യൻഷിപ്പിന് നിലമ്പൂർ അമൽ കോളേജിൽ തുടക്കമായി. ചാമ്പ്യൻഷിപ്പ് കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ KP മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ നാഫിഹ് ചെരപ്പുറത്ത്, മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ K ബിനോയ്, K അനീസ് എന്നിവർ സന്നിധരായി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ വിവിധ കോളേജുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. മീഞ്ചന്ത ആർട്സ് ആൻഡ് സയൻസ് കോളേജിനെ തോൽപ്പിച്ച് തിരൂർ TMG കോളേജും കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിനെ തോൽപ്പിച്ച് കോഴിക്കോട് ഫറൂഖും സെമി ഫൈനലിൽ പ്രവേശിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.